ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന അടിപൊളി ഒരു ഗ്ലൂക്കാത്തയോൺ തോറ്റ് പോകുന്ന ഒരു അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് ഹിമാലയയുടെ ഫേസ് പാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ഹിമാലയയുടെ ഫേസ് പാക്കും ഹിമാലയയുടെ ജെല്ല് മാത്രമല്ല, ഞാൻ ആദ്യമേ ഉപയോഗിച്ചത് ഞാൻ ഹിമാലയയുടെ ഫേസ് വാഷും കൂടിയാണ്. അടിപൊളി റിസൾട്ട് തരുന്ന ഒന്നാണ്. എനിക്ക് മുഖക്കുരുവൊക്കെ മാറി നിൽക്കുന്ന ഒന്നാണ്. പിന്നെ ചെയ്യുന്നത് ഈ ഇടയായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ മഞ്ചിഷ്ട. നല്ലൊരു എഫക്റ്റാണ്. നമ്മുടെ കോഫി പൗഡർ പോലെ തന്നെ ഏറ്റവും ഒരു എഫക്റ്റാണ് കേട്ടോ എനിക്ക് കിട്ടുന്നത്. അപ്പം മഞ്ചിഷ്ട. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വൃത്തിയുള്ളൊരു ബൗളിൽ ഞാനിതാ 1 ടീസ്പൂൺ മഞ്ചിഷ്ട എടുത്തിട്ടുണ്ട്. മഞ്ചിഷ്ട എന്ന് പറയുമ്പോൾ നമ്മളൊരു മുഖക്കുരു പാടുകളും കറുത്ത പാടുകളും എന്ന് വേണ്ടി നമ്മളെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നടന്നിട്ട് ഒരു നല്ലൊരു സ്കിൻ ഗ്ലോ തന്നെ കിട്ടുന്ന ഒരു ഗ്ലൂക്കാത്തയോണാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അടിപൊളിയാണ്. ഇതിന് വേണ്ടി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് കണ്ടു നോക്കണേ. നല്ല ഇതാണ് കേട്ടോ. അപ്പം ഞാൻ പറയാമെന്ന് വെച്ചാൽ കറ്റാർവാഴ ജെല്ല് അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള കറ്റാർവാഴ ജെല്ലും എടുക്കാം. നമ്മൾ ഈ മഞ്ചിഷ്ട ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ പൊടി അല്ലാതെ യൂസ് ചെയ്യാതെ നമ്മൾ ഉണക്കി പൊടിച്ചിട്ടൊക്കെ നമ്മൾ അതിൻ്റെ ഒരു വേര് കിട്ടും. നമ്മൾ ഉണക്കിയിട്ട് അത് പൊടിച്ചെടുക്കുമ്പോൾ ഇതിൽ കൂടുതൽ നല്ലൊരു എഫക്റ്റ് ആയിരിക്കാം. പക്ഷേ അങ്ങനെ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഈ മഞ്ചിഷ്ടയുടെ നമ്മൾ ഷോപ്പിലൊക്കെ പോയിട്ടാണ് വാങ്ങിച്ചത്. പക്ഷേ എനിക്കത് കിട്ടിയില്ല കേട്ടോ. അതിൻ്റെ ജെല്ല് ഞാനൊരു വെള്ളം പോലും ചേർക്കാതെ നന്നായിട്ട് പേസ്റ്റ് കുറേ നേരം നിന്ന് മിക്സ് ചെയ്തതാണ് കേട്ടോ. ഒരു വെള്ളമോ റോസ് വാട്ടറോ ഒന്നും ചേർത്തിട്ടില്ല. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് കേട്ടോ. നമ്മൾ 1 ടീസ്പൂൺ മഞ്ചിഷ്ടയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ആലുവേറ ജെല്ലും അത്രയും മാത്രമാണ് ഞാൻ ചേർത്തത്. വേറെ ഒരു ഇൻഗ്രീഡിയൻസും ചേർത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഓയിലി സ്കിന്നുകാർക്കൊക്കെ പറ്റുന്നത് റോസ് വാട്ടറും കൂടെ കുറച്ച് ആഡ് ചെയ്യാം കേട്ടോ. കുറച്ചും കൂടി നല്ല ഡ്രൈ സ്കിന്നുകാർക്കും ഇതിൻ്റെ കൂടെ തൈരും ആഡ് ചെയ്യാം. സെൻസിറ്റീവ് സ്കിന്നുകാർക്കൊക്കെ വെള്ളം വെച്ചൊക്കെ ആഡ് ചെയ്യാം. എന്നാലും ഞാൻ ഇതൊന്നും നോക്കാതെ ഒരു പുതിയതായിട്ട് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ച ഒരു ഫേസ് പാക്കാണ് കേട്ടോ. ഇത് നല്ലൊരു പാക്കാണ്. അപ്പോൾ ഇടുമ്പോൾ തന്നെ അറിയാം നല്ല ചൊറിച്ചിലോ ചോപ്പോ എന്ന് വേണ്ടി എന്ത് മുഖക്കുരു ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ കിട്ടുന്ന ഒരു അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ. ഇത് നല്ല ഗുണങ്ങൾ കൂടുതലൊക്കെ ഉള്ള ഒരു ഫേസ് പാക്കാണ്. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് വീട്ടിൽ ചിലപ്പോൾ ഈ മഞ്ചിഷ്ടയുടെ പൊടിയോ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടിയിട്ട് നമ്മൾ ഈ ആലുവേറയുടെ ജെല്ലോ എന്തെങ്കിലും വാങ്ങിക്കാൻ കിട്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വീട്ടിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഇതൊന്ന് ഇട്ട് നോക്കുക. 10, 15, 20 മിനിറ്റാണ് കണക്ക് പറയുന്നത്. ഒരു 10 മിനിറ്റായാലും 15 മിനിറ്റ് നല്ലോണം ഡ്രൈ ആവും കേട്ടോ. അപ്പം ഇട്ട് നോക്കുമ്പോൾ തന്നെ ഡ്രൈ ആവും. അപ്പം മുഖത്ത് അടിപൊളി ഒരു റിസൾട്ട് തന്നെ കിട്ടും. പെട്ടെന്ന് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് നമ്മളെ മുഖത്തൊക്കെ നല്ലവണ്ണം നല്ല ടള്ളായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഈ സംഭവം ഒന്ന് ഇട്ട് നോക്കിയാൽ മതി കേട്ടോ. അടിപൊളിയാണ്. നമ്മൾ കഴുത്തിലും കയ്യിലൊക്കെ ഇട്ട് നോക്കാം കേട്ടോ. അത്ര നല്ല എഫക്റ്റ് കിട്ടുന്നതാണ് കേട്ടോ ഇത്. കോഫി പൗഡറൊക്കെ പോകുമ്പോൾ നമ്മൾ കല്യാണ സമയത്തൊക്കെ പോകുമ്പോൾ എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള എല്ലാവരും കോഫി പൗഡർ ഉപയോഗിക്കുന്നതാണ്. കുറച്ചൊന്ന് മാറ്റി ചിന്തിച്ചിട്ട് നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോഴും നമ്മൾ റിസപ്ഷന് പോകുമ്പോഴും എന്തെങ്കിലും പാർട്ടിക്ക് പോകുമ്പോഴും പെട്ടെന്നൊന്ന് വീട്ടിലിട്ടിട്ട് ഒന്ന് ഗ്ലോ ആവാൻ പറ്റിയ ഒരു റെമഡിയാണ് കേട്ടോ. കറ്റാർവാഴയുടെ കാര്യം തന്നെ എനിക്കിപ്പോൾ എടുത്ത് പറയാമെന്ന് വെച്ചാൽ ഇടുമ്പോൾ തന്നെ ഒരു നല്ല തണുപ്പും നനവും നല്ലൊരു തണുപ്പ് തന്നെ എനിക്ക് കറ്റാർവാഴയുടെ അതും കൂടെ ചേർത്തപ്പോൾ തന്നെ നല്ലൊരു ഫേസിൽ നല്ലോണം അറിയാൻ പറ്റുന്നു. പിന്നെ അതൊരു മോയ്സ്ചറൈസറും കൂടിയാണ് കേട്ടോ. അതിൻ്റെ ഗുണങ്ങളെന്ന് വെച്ചാൽ അത് മോയ്സ്ചറൈസറും നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയി കറുത്ത് കരുവാളിച്ച് ഒരു ഫുൾ ഡേ നമ്മൾ ഒരു മോയ്സ്ചറും ഇല്ലാതെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ സൺസ്ക്രീമോ മോയ്സ്ചറോ ഒന്നും ഇട്ടില്ലെങ്കിൽ പോലും നമ്മളെ മുഖത്ത് ഇത് വന്ന് ഇട്ടുമ്പോൾ നമുക്ക് നന്നായിട്ട് തിളങ്ങാൻ പറ്റും കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു റൊട്ടീൻ എന്ന് പറഞ്ഞാൽ. ഇത് നന്നായിട്ട് തിളങ്ങാനും പറ്റും. സ്കിൻ നല്ല സോഫ്റ്റ് ആവും, നല്ല തിളക്കം കൂട്ടും. അതുപോലെ നല്ലൊരു എന്ന് വെച്ചാൽ ഒരു സ്ക്രബിൻ്റെ രീതിയൊന്നുമല്ല കേട്ടോ. വെള്ളം വെച്ചൊക്കെ ഇടുമ്പം ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് കൊടുത്തേക്കാം കേട്ടോ. ആ വീഡിയോയുടെ തമ്പനെയിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ, ഞാൻ ഇതിൻ്റെ താഴെ. അപ്പോൾ ഇതിന് നല്ലൊരു പ്രോഡക്റ്റും കൂടിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ നമുക്ക് കൂടുതലും
ഇത് ഫേസിൽ ഞാൻ ഫുൾ ഓൾറെഡി ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇട്ട് കഴിഞ്ഞു കേട്ടോ. നല്ലൊരു എനിക്കത് ഇടുമ്പോൾ രക്തചന്ദനത്തിൻ്റെ മാത്രമല്ല, നല്ല കോഫി പൗഡറിൻ്റെ ഒരു ഫീലിംഗ് കൂടെ ആയിട്ട് ഇടുമ്പോൾ വിചാരിക്കും അത് കോഫി പൗഡറാണോന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിന്തിച്ച് പോകും കേട്ടോ. അപ്പം ഞാൻ എവിടെയൊക്കെ ഇരിക്കുന്നത് എല്ലാ ഭാഗത്തും ഇടാത്തത് പറ്റാത്തതൊക്കെ എല്ലാ ഭാഗത്തും ഞാനൊന്ന് ക്ലീൻ ഒരു ഫുള്ള് അങ്ങ് തേച്ച് കൊടുക്കണം കേട്ടോ. അത്ര എഫക്റ്റീവാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനെക്കുറിച്ച് അത്രയൊക്കെയാണ് പറയാനുള്ളത്. നമ്മൾ ഓയിലി സ്കിന്നുകാർക്കും അതുപോലെ പല സ്കിന്നുകാർക്കൊക്കെ പറ്റി കുറച്ചും കൂടി നമ്മൾ തൈരോ ഏതെങ്കിലും സ്കിന്നുകാർക്ക്, ഡ്രൈ സ്കിന്നുകാർക്ക് കുറച്ചും കൂടി തൈര് ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അതാകുമ്പോൾ കുറച്ച് മുഖത്ത് നല്ല സോഫ്റ്റ് കിട്ടും. ചിലർക്ക് അത് പിടിക്കത്തില്ല. അലർജിയൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ അതാ മുഖത്ത് എൻ്റെ ഞാൻ നല്ലോണം തേച്ച്, പക്ഷേ ഇവിടെ ഇടാൻ ഞാൻ വിട്ടുപോയി കേട്ടോ. അപ്പം ഞാൻ ഫേസ് നല്ലോണം ക്ലീനായിട്ട് തേച്ചാണ് കേട്ടോ ഇതാ കാണുന്നത്. അപ്പം നമ്മളെ സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻ മാറാൻ, ഡാർക്ക് സ്പോട്ടൊക്കെ മാറാൻ ഇത് പറ്റിയൊരു റെമഡിയും കൂടിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് നമുക്ക് എന്ത് ഇൻഗ്രീഡിയൻസ് വേണം ചേർക്കാൻ കേട്ടോ. ഇതാ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇതാ നന്നായിട്ട് മുഖത്ത് നല്ലവണ്ണം ഡ്രൈ ആയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ മാത്രമേ ഡ്രൈ ആയിട്ട്, ഞാൻ ഒരു 5-10 മിനിറ്റാണ് ഞാൻ വെച്ചെന്ന് തോന്നുന്നത് ഏകദേശം അപ്പോൾ അത് ഡ്രൈ ആകുമ്പോൾ ഒരു സ്ക്രബിൻ്റെ ഒരു ഫീലിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, വെറും മഞ്ചിഷ്ടയിൽ വെള്ളം മാത്രമാണ് ഞാൻ ചേർത്തത് കേട്ടോ. അപ്പോൾ അതിതാ കണ്ടോ നന്നായിട്ട് വെള്ളം വെച്ചൊക്കെ മാറ്റിയപ്പോൾ എൻ്റെ മുഖത്ത് മാറ്റം കണ്ടോ, നല്ലൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ അമർത്തുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പം എന്നാലേ എനിക്കൊരു നല്ലൊരു സപ്പോർട്ട് കിട്ടത്തുള്ളൂ. നിങ്ങളെല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ കേട്ടോ. ഞാൻ അവസാനത്തെ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്തു കേട്ടോ. ക്ലീൻ ചെയ്ത് ഫേസൊക്കെ നല്ല ഗ്ലോ ആയിട്ടൊരു ഫീലിംഗ് വന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊന്ന് പെട്ടെന്നൊന്ന് ചെയ്ത് നോക്കണം. എനിക്കത് നേരത്തെ ഞാൻ ഇന്ന് ഫുൾ ഡേ പുറത്ത് പോയിട്ടാണ് വന്നത്. കാരണം ഞാൻ മോയ്സ്ചറോ സൺസ്ക്രീമോ ഒന്നും ഇടാതെയാണ് പോയത് കേട്ടോ. അത്രയ്ക്ക് ഞാൻ ഒരുമാതിരി മുഖമൊക്കെ നല്ല കറുത്തിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഫേസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ